ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും. എറണാകുളം സെൻട്രൽ SCP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഹണി റോസിന് മൊഴി രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP അശ്വതി ജിജി പറഞ്ഞു. നമ്മൾ ഇന്നലെ FIR രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം. അപ്പോൾ അത് അണ്ടർ പ്രോഗ്രസ് ആണ്. അത് നമ്മുടെ ജില്ലക്കാരല്ല, ദൂരെയുള്ളവരാണ്. അപ്പോൾ അതിന് നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് വിടണം. അവർ ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് പേര്. അപ്പോൾ നമ്മൾ അതാണ് നോക്കുന്നത്. ഇത് ഫേസ്ബുക്ക് അക്കൗണ്ടാണ്, അത് ഫേക്കും ആകാം. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം, അത് സമയമെടുക്കും. ശ്യാമപ്രസാദ് ഉത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഇത് കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ് ഉണ്ടായി, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അശ്വതി ജിജി പറയുന്നത്, DCP പറയുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് പലതും ഫേക്ക് അക്കൗണ്ടുകളാണ് എന്നുള്ളത്. രാജീവ്, അത് തന്നെ. അതായത് ഇതിൽ പല അക്കൗണ്ടുകളും ഫേക്ക് അക്കൗണ്ടുകളാണ് എന്നതാണ്. പക്ഷേ പ്രധാനമായിട്ടും ഇന്നലെ നൽകിയിരിക്കുന്ന പരാതി ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതിയാണ്. ആ കേസിൽ ഇതിൽ എന്തായാലും ഇന്ന് ഹണി റോസിൻ്റെ മൊഴി രേഖപ്പെടുത്തും. അതിനായി ഹണി റോസിനെ വിളിപ്പിക്കും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കും. അതിനുശേഷം ഇതിൻ്റെ താഴെ നിരവധിയായിട്ടുള്ള ആളുകൾ അശ്ലീല തരത്തിലുള്ള മോശം കമൻറ്റുകൾ ഇട്ടിരുന്നു. ആ കമൻറ്റുകൾ ഇട്ടതിൽ ഭൂരിഭാഗവും ഈ പറയുന്ന രീതിയിൽ ഫേക്ക് അക്കൗണ്ടുകളാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സെൻട്രൽ SCP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. സെൻട്രൽ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. ഇതിൽ സൈബർ വിദഗ്ധരായിട്ടുള്ള ആളുകളും ഈ സംഘത്തിലുണ്ട്. ഇതിൽ നിന്ന് പരിശോധിച്ചതിൽ നിരവധിയായിട്ടുള്ള അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകളാണ്. മറ്റത് ജില്ലയ്ക്ക് പുറത്തുള്ള നിരവധി അക്കൗണ്ടുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20ഓളം പേരെ ഇപ്പോൾ തന്നെ പോലീസിനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അക്കൗണ്ടുകളുടെയൊക്കെ ഡേറ്റ ശേഖരിക്കാൻ വേണ്ടി ഫേസ്ബുക്കിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് ഈ അക്കൗണ്ട് ഉടമകളുടെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അവരെ കൂടി പ്രതി ചേർത്ത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നിലവിൽ ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഈ ഹണി റോസ് ഈ കേസുമായിട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലടക്കം. രേഖപ്പെടുത്തുമോ? നേരിട്ട് വന്ന് പരാതി പറഞ്ഞ പേരെടുത്തു പരാതി പറഞ്ഞ കേസാണ്. ഇന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമുണ്ടോ പ്രത്യേക സംഘത്തിന്? തീർച്ചയായിട്ടും അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തും എന്നതാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. സെൻട്രൽ SHOയും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തും. അതിനായിട്ട് ഹണി റോസിൻ്റെ സമയം നോക്കി അതനുസരിച്ച് വിളിപ്പിക്കും. സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തി മൊഴി രേഖപ്പെടുത്തും എന്നതാണ് പോലീസും വ്യക്തമാക്കുന്നത്. അതിൻ്റെ പിന്നാലെയായിരിക്കും മറ്റ് ആളുകൾക്കെതിരെയുള്ള നടപടികളും മറ്റു കാര്യങ്ങളും പോലീസ് കൈക്കൊള്ളുക.